അഡ്വഞ്ചർ മൂവീസ് കാണാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. അതും സീ ഫാൻറ്റസി അഡ്വഞ്ചർ ആണെങ്കിലോ. ഇത്തരത്തിലുള്ള ധാരാളം പടങ്ങൾ ബോളിവുഡിൽ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു സീ ഫാൻറ്റസി അഡ്വഞ്ചർ റിലീസായിരിക്കുകയാണ്. അതും നമ്മുടെ കോളിവുഡിൽ. കിങ്സ്റ്റൺ ആൻഡ് ദി കേഴ്സ്ഡ് സീ. തമിഴ് ഭാഷാ ചിത്രമായ കിങ്സ്റ്റൺ ഒരു ഫാൻറ്റസി ഹൊറർ അഡ്വഞ്ചർ മൂവിയാണ്. കമൽ പ്രകാശ് ആദ്യമായി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ജി.വി. പ്രകാശും ദിവ്യ ഭാരതിയുമാണ് പ്രധാന വേഷങ്ങളിലെത്തിയിരിക്കുന്നത്. ജി.വിയുടെ 25ാമത്തെ ചിത്രമായ ഈ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും ചെയ്തിരിക്കുന്നത് ജി.വി തന്നെയാണ്. ഏകദേശം 20 കോടി രൂപ ബഡ്ജറ്റിലിറങ്ങിയ ഈ സിനിമ തമിഴിന് പുറമെ ഹിന്ദി, തെലുങ്ക് ഭാഷകളിലും റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ കഥയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ തൂവത്തൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമം. ഇതൊരു തീരപ്രദേശമാണ്. ഇവിടെയുള്ളവരെല്ലാം തന്നെ ജീവിക്കുന്നത് മത്സ്യബന്ധനം നടത്തിയാണ്. അങ്ങനെ ഇരിക്കെ 1982 അവരുടെ ഗ്രാമത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. അതേ തുടർന്ന് കടലിലേക്ക് മത്സ്യബന്ധനത്തിനായി പോകുന്ന എല്ലാ മത്സ്യത്തൊഴിലാളികളും മരിച്ചാണ് തിരിച്ചു വരുന്നത്. ഇങ്ങനെ ആ നാട്ടിലെ ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട്. അതേ തുടർന്ന് ഇനി ആരും ആ കടലിലേക്ക് മീൻ പിടിക്കാൻ വേണ്ടി പോവണ്ട, അങ്ങനൊരു തീരുമാനത്തിൽ ആ ഗ്രാമം എത്തുകയാണ്. എന്തുകൊണ്ടാണ് കടലിലേക്ക് പോകുന്ന എല്ലാവരും ഇങ്ങനെ മരിച്ചു വരുന്നത്? അപ്പോൾ ഇവർ കണ്ടെത്തുന്ന ഒരു ഉത്തരം കടലിലുള്ള ഒരു ആത്മാവ് അല്ലെങ്കിൽ പ്രേതബാധ, കടലിലുള്ള പ്രേതബാധ കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നതെന്നാണ് ഇവർ കണ്ടെത്തുന്നത്. പിന്നെ കുറേ വർഷങ്ങൾ കടന്നുപോയി 10-40 കൊല്ലങ്ങൾക്ക് ശേഷം നമ്മുടെ ഹീറോ വരികയാണ്. ഹീറോയുടെ പേരാണ് കിങ്സ്റ്റൺ. അപ്പം നമ്മുടെ നായകനും ഈ ഗ്രാമത്തിലെ ഒരാളാണ്. ഇവരാരും തന്നെ ഇപ്പോൾ മത്സ്യബന്ധനത്തിനായി കടലിൽ ഇറങ്ങാറില്ല. കടല് ഗവൺമെൻറ് തന്നെ വേലി കെട്ടി അടച്ചിരിക്കുകയാണ്. ഇനി ആരും ഈ നാട്ടിൽ നിന്ന് മത്സ്യബന്ധനത്തിനായി കടലിൽ പോകരുതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവരെല്ലാവരും പലവിധ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചാണ് ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ നമ്മുടെ നായകൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളക്കടത്ത് നടത്തുന്ന തോമസിൻ്റെ സഹായിയായിട്ട് ജോലി ചെയ്യാണ്. അപ്പോൾ കടൽ വെള്ളരിയാണ് ഇവർ കടത്തുന്ന ഒരു കള്ളക്കടത്ത് വസ്തു. പക്ഷേ അതിൽ കടൽ വെള്ളരി കടത്തുന്നതിനോട് കൂടി തന്നെ ഇവരതിൻ്റെ കൂടെ മയക്കുമരുന്ന് വെക്കുന്നുണ്ട്. അത് നമ്മുടെ ഹീറോയ്ക്ക് അറിയില്ല. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഹീറോയുടെ കൂടെയുള്ള ഒരു ചെറിയ കുട്ടി മരണപ്പെടുകയാണ്. വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു ഭാഗമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി മരിച്ചു കഴിയുമ്പോൾ ഇവൻ വിചാരിക്കുകയാണ്, നമ്മൾ കടലിൽ പോകാതിരിക്കുന്നത്, നമുക്കും കടലിൽ പോകണം, ഞാൻ കടലിൽ പോയി മീൻ പിടിച്ചിട്ട് വരും, അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും കടലിൽ പോയി തന്നെ ജീവിക്കാമല്ലോ, ഈ പ്രശ്നത്തിനൊക്കെ ഞാനൊരു പരിഹാരം കാണുമെന്നും പറഞ്ഞിട്ട് ഇവൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിനും ഹീറോയുടെ ഫ്രണ്ട്സും അവൻ്റെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ പോയിട്ട് സെക്കൻഡ് ഹാഫ് ഫുള്ളും കടലാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയതിന് ശേഷം ഇവൻ ജീവനോടെ തിരിച്ചു വരുമോ, എന്താണ് കടലിലെ പ്രശ്നങ്ങൾ, അതെങ്ങനെ ഇവൻ പരിഹരിക്കുന്നു, ഇവന് ആ പ്രേതബാധ അവിടെ ഉണ്ടെന്ന് മനസ്സിലാവോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ കാണിക്കുന്നത്. ഇതാണ് ആ പ്രേതങ്ങളെല്ലാം ഇവർ ഉപദ്രവിക്കുമോ, ഇവർക്ക് എന്താണ് സംഭവിക്കുക എന്നൊക്കെ ഉള്ളതാണ് ഈ സിനിമയുടെ കഥ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം സൗത്ത് ഇന്ത്യയിൽ എന്നല്ല, ഇന്ത്യയിൽ ആദ്യമായിട്ട് പുറത്തിറങ്ങുന്ന ഒരു സീ അഡ്വഞ്ചർ മൂവിയാണിത്. നമ്മൾ പല പടങ്ങളും സീ അഡ്വഞ്ചറിൽ കണ്ടിട്ടുണ്ട്. അതെല്ലാം ഇന്ത്യക്ക് പുറത്തുള്ള ഭാഷകളിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ നിന്നൊരു മൂവി ഇങ്ങനെ വരുന്നത്. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റോടും കൂടിയിട്ടാണ് ഞാൻ ഈ പടം കാണാൻ പോയത്. വളരെ ചെറിയ ബഡ്ജറ്റിലെടുത്തൊരു മൂവി എന്ന നിലയ്ക്ക് ആ ടീമിന് കഴിയുന്നതിൻ്റെ പരമാവധി അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊരു ഫാൻറ്റസി സീ അഡ്വഞ്ചർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഛായാഗ്രഹണം ആയാലും എഡിറ്റിംഗ് ആയാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ആ സീനെല്ലാം ആപ്റ്റായ രീതിയിൽ തന്നെ നല്ല രീതിയിലാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറെല്ലാം വന്നിരിക്കുന്നത്. പിന്നെ ഡയറക്ഷൻ ആയാലും ഇതിൻ്റെ ടെക്നിക്കൽ ടീം എല്ലാം അടിപൊളിയായിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഇതിൻ്റെ ട്രailer കണ്ടപ്പോൾ എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഈ ട്രailerലുള്ള അതേ പഞ്ച് ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ നല്ല രീതിയിൽ തന്നെ സിനിമ വന്നിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. ഫാമിലി ആയിട്ട് നമുക്ക് പോയി കാണാൻ പറ്റിയ നല്ലൊരു പടമാണ്. ഇങ്ങനെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ പടം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഒരു കാര്യം, ഈ പടം മലയാളത്തിൽ റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പടം കണ്ട എൻ്റെ പല സുഹൃത്തുക്കളും പറഞ്ഞത് അവർക്ക് ഈ പടം ഇഷ്ടപ്പെട്ടില്ല, വളരെ മോശമായിട്ടുള്ള പടമെന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ തൂത്തുക്കുടി ലാംഗ്വേജാണ് യൂസ് ചെയ്തിരിക്കുന്നത്. തമിഴിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും പാടുള്ളൊരു ലാംഗ്വേജാണ് തൂത്തുക്കുടി ലാംഗ്വേജ്. സോ അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ലാംഗ്വേജിൻ്റെ ഈ പ്രശ്നം കൊണ്ട് ഇത് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു വരും. നല്ല എഫേർട്ട് ഇട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു സിനിമയാണിത്. അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. അപ്പോൾ എല്ലാവരും സാധിക്കുന്ന എല്ലാവരും കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. താങ്ക്